ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫുഡ് പ്രൊഡക്റ്റും അതേപോലെ തന്നെ മുട്ടായി ഐറ്റംസ്, ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ പോയിന്റിലെ ഗോഡൗൺ ആണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതേപോലെ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവരും തുടങ്ങിയവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള അവശ്യ വസ്തുക്കളായിട്ടുള്ള ഐറ്റംസാണ് ഇവർ മെയിനായിട്ട് സപ്ലൈ ചെയ്യുന്നത്. ഓരോ ഷോപ്പിലേക്കും ഓർഡറുകൾ എടുത്ത് അവിടുത്തെ ആവശ്യത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കലാണ് മെയിൻ പരിപാടി. തലേ ദിവസം ഓരോ ഷോപ്പിലേക്കും പോയി ഓർഡറുകൾ എടുക്കും. എന്നിട്ട് അതിൻ്റെ സപ്ലൈ പിറ്റേത്തെ ദിവസം ബില്ലുകളടിച്ച് ഓരോ ഷോപ്പിലേക്കും എത്തിച്ചു കൊടുക്കും. അതാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഒരു രീതി. പിന്നെ വണ്ടിയിൽ സാധനങ്ങൾ കയറ്റി സ്പോട്ട് സപ്ലൈ ചെയ്യുന്നവരുമുണ്ട്. സ്പോട്ട് സപ്ലൈ, അതായത് വണ്ടിയിൽ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് ബില്ലൊന്നും അടിക്കില്ല. അവിടുന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഷോപ്പിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവർക്ക് കൊടുത്ത് അവിടുന്ന് ബില്ല് എഴുതി കൊടുക്കുന്ന രീതിയാണ് സ്പോട്ട് സപ്ലൈ. അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. ഈ ഭാഗത്തായിട്ട് കിടക്കുന്നതെല്ലാം മിഠായി ഐറ്റംസ് അങ്ങനത്തെയൊക്കെയാണ്. നബാട്ടി, പിന്നെ നൂഡിൽസ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ കോപ്പിക്കോ ഐറ്റംസ്, ആ കമ്പനിയുടെ എല്ലാ ഐറ്റംസ്, കോപ്പിക്കോയുടെ എല്ലാ ഐറ്റംസും ഉണ്ട്. അതിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കോപ്പിക്കോയിൽ ചോക്കി അങ്ങനെയുള്ളതൊക്കെ കാണാം ഇവിടെ. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അവശ്യ സാധനങ്ങളും, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന സാധനങ്ങളെല്ലാം ഈ ഷോപ്പിലുണ്ട്. ഇവിടെ നിന്നും തലേ ദിവസം ഓർഡർ എടുത്തത് ഇവിടെ നിന്ന് കമ്പ്യൂട്ടറിലാണ് ബില്ലടിക്കുന്നത്. അത് ബില്ലിങ്ങും ഓഫീസുമാണ് കാണുന്നത്. ബില്ലടിച്ച് കഴിഞ്ഞിട്ട് അവർ അതിൻ്റെ എല്ലാം ഒറ്റ ഒരു കോപ്പി ഇതേപോലെ ഒരു ഐറ്റം ബേസ് കിട്ടും. അപ്പോൾ ആ ഐറ്റം ബേസ് നോക്കി നമ്മൾ സാധനങ്ങൾ വണ്ടിയിലേക്ക് കയറ്റുകയാണ്.
വണ്ടിയുടെ ഉള്ളിലും ഒരാളുണ്ടാവും. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കും. ഇതേപോലെ ഇങ്ങനെ സെറ്റാക്കി വെക്കും. അപ്പോൾ ഇങ്ങനെയാണ് വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ എടുക്കുന്ന രീതി. റൈസ് 1-3, അടുത്തത് റൈസ് 6-14, റൈസ് 6-14. പിന്നെ ഇവിടെ നിന്നും ഒരുപാട് ആൾക്കാർ സബ് ഡീലേഴ്സും സാധനങ്ങളൊക്കെ വന്ന് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗൾഫിൽ നിന്ന് ജോലിയില്ലാണ്ട് തിരിച്ചു വന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇവിടെ നമ്മൾ ഐറ്റംസ് കൊടുത്ത്, അവർ സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടായാൽ മതി, അവർക്ക് നമ്മൾ സാധനങ്ങളൊക്കെ കൊടുക്കും. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി അവർക്ക് സാധനങ്ങളൊക്കെ എടുത്ത് സെയിൽ ചെയ്യാൻ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പോയിൻ്റ് എങ്ങനെ തുടങ്ങാം, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, പിന്നെ സ്വന്തമായിട്ട് ആർക്കെങ്കിലും തുടങ്ങാൻ ഇങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ അതിനുള്ള മറുപടിയായി ഓരോ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. സാധനങ്ങൾക്ക് വണ്ടിയിൽ കയറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ ബില്ലൊക്കെ ഓരോ ഷോപ്പിലേക്കുള്ള ബില്ല് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഓരോ പ്രിൻ്റായിട്ട് വരും ഓരോ ഷോപ്പിലേക്കുള്ളത്. എന്നിട്ട് ആ ബില്ല് ഓരോ റൂട്ടിലത്തെ ബേസിൽ സെറ്റ് ചെയ്ത് വണ്ടിയിൽ കയറി ഓരോ ഫസ്റ്റ് എവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചത് അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി പോകും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കയറ്റി റെഡിയായിട്ട് നിൽക്കുമ്പോഴേക്ക് ഇത് നല്ല മഴ വന്നു. അപ്പോൾ നമ്മളിത് റൂട്ടിലേക്ക് പോവുകയാണ്. ഇങ്ങനെയാണ് റൂട്ടിൽ ഓരോ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാ കോടോടെ നോക്കി നമ്മൾ വെയിറ്റ് ചെയ്യാണ് മഴ പോകാൻ വേണ്ടിയിട്ട്. നല്ല മഴയാണ് പുറത്ത്, അടിപൊളിയായിട്ടുള്ള മഴയാണ്. അപ്പോൾ റൂട്ടിലേക്ക് നമ്മളിതാ പോവുകയാണ്. ഇങ്ങനെയാണ് ഓരോ റൂട്ടിൽ ഗോഡൗണിലും സപ്ലൈ ചെയ്യാൻ വേണ്ടി റൂട്ടിൽ പോകുന്നത്.